കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവാൻ ആശാൻ 10 മത്സരങ്ങളിലെ വിലക്ക് കഴിഞ്ഞ് മൈതാനത്തേക്ക് തിരിച്ചെത്തുന്നു. അതെ, കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ്സിക്കെതിരെ നടന്ന മത്സരത്തിലെ തെറ്റായ റഫറിങ്ങിൽ പ്രതിഷേധിച്ച് തന്റെ ടീമിനെ കളിക്കളത്തിൽ നിന്ന് തിരികെ വിളിച്ചതിന് 10 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ യൂക്കോമനോവിച്ചിന് വിലക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ വിലക്കുകളെല്ലാം താണ്ടി മഞ്ഞപ്പടയുടെ അമരത്തേക്ക് ഇവാൻ ആശാൻ തിരിച്ചെത്തുന്നു. നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കലൂർ സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ്സിയെ കൊമ്പന്മാർ നേരിടുമ്പോൾ ആശാനും ഒപ്പമുണ്ടാവും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന് മഞ്ഞപ്പട ഒരുക്കുന്നത് വൻ സ്വീകരണമാണ്. നാളെ ഒരു മഞ്ഞക്കടലായി മഞ്ഞപ്പടയുടെ സ്വന്തം ഇവാൻ ആശാനെ കലൂർ സ്റ്റേഡിയത്തിൽ വരവേൽക്കും. ഇവാൻ യൂക്കോമനോവിച്ചിന്റെ തിരിച്ചുവരവ് കൊമ്പന്മാർക്ക് കൂടുതൽ ഊർജം പകരുമെന്നത് നിലനിൽക്കുമ്പോഴും തിരിച്ചെത്തുന്ന ഇവാൻ ആശാന് അത്ര സന്തോഷം നൽകുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥ. ഡിഫൻസിലെ നിർണായക താരങ്ങളായ മിലോസിനും പ്രബീർ ദാസിനും സസ്പെൻഷൻ കാരണം ഇനിയും 2 മത്സരങ്ങൾ കളിക്കാനാകില്ല. മുംബൈക്കെതിരെ പരിക്കേറ്റ പ്രതിരോധ താരം ഐബാൻ സീസൺ തന്നെ നഷ്ടപ്പെട്ട് പുറത്താണ്. തോളിന് പരിക്കുള്ള മിഡ്ഫീൽഡർ ജിക്സൺ സിംഗും കളത്തിന് പുറത്താണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ തന്നെയാണ് ഇവാൻ ആശാൻ എത്തുന്നത്. ദുർബലരായ ഒരു ടീമിനെ വെച്ച് വേണം നാളെ സെർജിയോ ലൊബേറ നയിക്കുന്ന ഒഡീഷ എഫ്സിയെ നേരിടാൻ. റോയ് കൃഷ്ണയും ഡിയാഗോ മറിഷോയും ഉൾപ്പെടുന്ന ഒഡീഷ മുന്നേറ്റ നിര ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മുന്നേറ്റ നിരയ്ക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രധാനമായും അലട്ടുന്ന പ്രശ്നം. അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർമാരായ ദിമിത്രിയോസിനും ക്യാമി പെപ്പറയ്ക്കും ഇതുവരെ ഗോളൊന്നും നേടാനായിട്ടില്ല. 4 ISL മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 5 ഗോളുകൾ മാത്രമാണ് നേടിയത്. ഇതിൽ 1 ഗോൾ സെൽഫ് ഗോൾ ആയിരുന്നു. ബാക്കി 4 ഗോളുകൾ അടിച്ചത് മിഡ്ഫീൽഡർമാരായ അഡ്രിയാൻ ലൂണയും ഡാനിഷ് ഫാറൂഖും ചേർന്നാണ്. എന്തായാലും ആശാന്റെ തിരിച്ചുവരവിൽ മഞ്ഞപ്പടയുടെ കൊമ്പന്മാർക്ക് കൂടുതൽ ഉണർവുണ്ടാകുമെന്ന് തന്നെ കരുതാം. അതുപോലെ തന്നെ ഇവാൻ യൂക്കോമനോവിച്ചിന് ഒരു വിജയത്തുടക്കം തന്നെ ലഭിക്കട്ടെ. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.